ബാസ്കറ്റ്ബോളിൽ കുന്നംകുളത്തിന്റെ പ്രൗഢ പാരമ്പര്യം ഉയർത്തിയ മുൻകാല താരങ്ങൾ ബദനിയിലെ ബാസ്കറ്റ്ബോൾ കളിക്കളത്തിൽ പന്ത് തട്ടി ഓർമ്മകൾ പങ്കിട്ടു. ബദനി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ചേർന്ന് 5 ദിവസങ്ങളിലായി നടത്തുന്ന വിദ്യാഭ്യാസ കോൺക്ലേവായ ബദ്ക്ലേവിന്റെ ഭാഗമായാണ് 60 വയസ്സു പിന്നിട്ട മുൻകാല ബാസ്കറ്റ്ബോൾ കളിക്കാരുടെ സംഗമം നടത്തിയത്. കേരളത്തിലെ ബാസ്കറ്റ്ബോൾ കളിയുടെ ഈറ്റില്ലം എന്നു പേരുകേട്ട കുന്നംകുളത്തു നിന്നും ദേശീയ, സംസ്ഥാന, ജില്ലാ ടീമുകളിലും വിവിധ ക്ലബ്ബുകളിലും കളിച്ചവർ വീണ്ടും കളിക്കളത്തിൽ ഇറങ്ങിയപ്പോൾ സദസ്സ് കയ്യടിച്ചൊപ്പം ചേർന്നു. നാടിന്റെ പാരമ്പര്യ തുടർച്ചയ്ക്കു പുതിയ തലമുറയെ കായിക മേഖലയിലേക്ക് ആകർഷിക്കാൻ പദ്ധതി വേണമെന്ന് കളിക്കാരുടെ സംഗമത്തിൽ ആവശ്യമുയർന്നു. ജില്ലാ ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ സെക്രട്ടറി PC ആന്റണി ഉദ്ഘാടനം ചെയ്തു. ബദനി സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ അധ്യക്ഷനായി. VK ശ്രീരാമൻ, ഫാദർ യാക്കോബ്, CL ജോഷി എന്നിവർ സംസാരിച്ചു. റെയിൽവേ ടീം താരവും സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ കരിക്കാട് സ്വദേശിനി നന്ദനയ്ക്ക് മാധ്യമപ്രവർത്തകൻ C ഗിരീഷ് കുമാർ പുരസ്കാരം സമ്മാനിച്ചു. യൂഹന്നോൻ മാർ അത്താനാസിയോസ് സ്മാരക സംസ്ഥാനതല ഇന്റർ സ്കൂൾ ബാസ്കറ്റ്ബോൾ ടൂർണമെന്റ് ഇൻസ്പെക്ടർ UK ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു. CCTV ന്യൂസ് കുന്നംകുളം. കുന്നംകുളത്ത് നടക്കുന്ന ബദ്ക്ലേവിൽ അരങ്ങേറിയ നാടൻ പാട്ട് മത്സരം ശ്രദ്ധേയമായി. ബത്താനിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിൽ സംഘടിപ്പിച്ച മത്സരം വാർഡ് കൗൺസിലർ ബിജു C ബേബി ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ CL ജോഷി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ യാക്കോബ് OAC, വിദ്യാർത്ഥികൾ എന്നിവർ സംസാരിച്ചു. മത്സരത്തിൽ ഒന്നാം സ്ഥാനത്തെത്തിയ മറ്റം സെന്റ് ഫ്രാൻസിസ് HSSന് 10,000 രൂപയും, രണ്ടാം സ്ഥാനത്തെത്തിയ അയ്യന്തോൾ GHSS 7,500 രൂപയും, മൂന്നാം സ്ഥാനത്തെത്തിയ കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് 5,000 രൂപയും കരസ്ഥമാക്കി.